ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള ചില വാക്യങ്ങളെക്കുറിച്ചാണ്. വായിക്കാമോ? യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെയും അഭിപ്രായം എന്താണ്? ജനങ്ങളും ശിഷ്യന്മാരും ഇവരുടെ തുറന്ന അഭിപ്രായം എന്താണെന്ന് കർത്താവിന് അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചോദിക്കുന്നത്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ അവരുടെ കേട്ടുള്ള അറിവുകൾ കർത്താവിനോട് പറയുക. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലർ ഏലിയാവെന്ന് പറയുന്നു, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തരായ വ്യക്തികളാണെന്നുള്ള സൂചനയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടെന്നാണ്. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നത് കൊണ്ട് നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യഹൂദജാതി മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ അഗാധമായ വിശ്വാസമുള്ളവരാണ്. യോഹന്നാൻ സ്നാപകൻ തലഛേദിക്കപ്പെട്ടു, അദ്ദേഹം മരിച്ചു. ഏലിയാവ് മരിച്ചു, അതായത് തിര്യനായ ഏലിയാവ്. ആഹാബിൻ്റെ ഒക്കെ കാലത്ത് ഇസ്രായേലിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ഏലിയാവും മരിച്ചു. പിന്നെ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ, ഇവരെല്ലാവരും മരിച്ച. കർത്താവ് വരുമ്പോൾ ഇവരാരും ജീവിച്ചിരിപ്പില്ല. കർത്താവിൻ്റെ ഈ ആഗമന കാലത്ത് ജനങ്ങൾക്ക് പൊതുവെയുള്ള സംശയം ഈ വ്യക്തികളിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ്. അപ്പോൾ ആ വ്യക്തി പുനരുത്ഥാനം ചെയ്ത് വന്നിരിക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തിൽ അവർക്ക് യഹൂദന് അമിതമായ വിശ്വാസമുണ്ട്. ഇത് യഹൂദജാതിക്ക് മാത്രമുള്ള ഒരു വിശേഷതയാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്. ലോകത്തിൽ മറ്റൊരു ജാതിക്കും ഇങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചൊരു പ്രതീക്ഷയും വിശ്വാസമില്ല. അബ്രഹാം അതിൻ്റെ മുന്നോടിയാണ്. അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ ബലി ചെയ്താൽ ദൈവം അവനെ ജീവനുള്ളവനായി തിരികെ കൊടുക്കുമെന്നുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടാകും. അതേ വിശ്വാസം അബ്രഹാമിൻ്റെ ഇടപ്രകാരമുള്ള സന്തതികൾക്കുണ്ടായിരുന്നു എന്നും കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കർത്താവ് ഈ ഉത്തരം കേട്ടിട്ട്
അതിനെക്കുറിച്ച് മറുത്തൊന്നും പറയാതെ തന്നെ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം നിങ്ങളോ എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് കർത്താവുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുകയും അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് വ്യത്യസ്തമായ കുറേ എന്തെങ്കിലും ഒരു അറിവുണ്ടായിരിക്കാം എന്ന് കർത്താവിനറിയാം. അപ്പോൾ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു. അതിന് ശീമോൻ പത്രോസാണ് ആദ്യം ഉത്തരം പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. എത്ര കൃത്യമായ ഉത്തരം പറയുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതൊരു നിസ്സാരമായ അറിവല്ല. ഈ അറിവ് ദൈവത്തിൻ്റെ ദൂതന്മാർക്കുമുള്ള അറിവാണ്. ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ഈ അറിവ് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീർന്ന ദുഷ്ടദൂതന്മാർക്കും അറിയാം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ദൈവമാണെന്നുള്ള അറിവല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള അറിവ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്ന. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. പണ്ട് രാജാക്കന്മാരെ അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും രാജാവായിട്ട്. അതുപോലെ യേശുവിനെ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പിതാവായ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവൻ ജോർദാനിൽ വെച്ചാണ് യേശുക്രിസ്തു അഭിഷിക്തനായത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മഹാപാപപരിഹാര ബലി നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ പിതാവായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. മഹാപാപപരിഹാര ബലി എന്ന് പറയാൻ ക്രിസ്തുവിൻ്റെ ബലിക്ക് മാത്രമേ അർത്ഥമുള്ളൂ. മറ്റൊരു ബലികളും നമ്മൾ പലപ്പോഴും പല ബാനറുകളും എഴുത്തുകളൊക്കെ കാണാറുണ്ട്. മഹാപാപപരിഹാര ബലി എന്നും മറ്റും കാണാറുണ്ട്. മഹാപാപപരിഹാര ബലി 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറി ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഏത് പാപവും മോചിക്കുവാനും അതിൽ നിന്ന് വിടുവിച്ചിട്ട് നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുത്തുവാനും യേശുക്രിസ്തുവിൻ്റെ ബലി മാത്രമേ ഉള്ളൂ. അപ്പം ആ ബലിക്ക് വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ടാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് നിർത്താതെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് വളരെ ഗഹനമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ് ആവശ്യം. അത് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വിശ്വാസം. അനേക ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ട പലർക്കും യേശു ദൈവമാണോ എന്നൊരു സംശയമുണ്ട്. ചില സന്ദർഭങ്ങളിൽ യേശു ദൈവപുത്രനാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ദൈവമാണോ ദൈവപുത്രനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താതെ ആരാധിക്കുന്ന സ്വഭാവം പലരിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്താ പ്രയോജനം? ആ വ്യക്തതയില്ലാത്ത വിശ്വാസത്തിനും അതിൻ്റെ പ്രത്യാശയ്ക്കും യാതൊരു പ്രതിഫലവും പിതാവായി ദൈവത്തിങ്കിൽ നിന്നും ലഭിക്കയില്ലെന്നുള്ളതാണ് നമുക്ക് തിരുവചനങ്ങളിൽ കൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറയാണ്, ബർയോന ശിമോനെ,
നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. പത്രോസിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ പത്രോസിനെ ഭാഗ്യവാൻ എന്നാണ് വിശേഷിപ്പിച്ച് കർത്താവ്. അപ്പൊ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു മഹാഭാഗ്യവാനായിട്ടാണ് കർത്താവ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഈ മഹാസത്യം നിനക്ക് മനസ്സിലായത് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അവിടെ കർത്താവ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ പിതാവെന്നാണ്. എത്ര വ്യക്തമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുവും പിതാവും തമ്മിലുള്ള ആ ആസ്തിക്യത്തെക്കുറിച്ചുള്ള ബോധം വളരെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. അപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ ഈ അറിവ് ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സത്യമാണ്. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന കർത്താവ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടി ആണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ പിതാവായ ദൈവം പുത്രനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതായ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആവശ്യം. നീ പത്രോസാകുന്നു. അപ്പൊ പത്രോസിൻ്റെയും മറുപടി കേട്ടപ്പോൾ കർത്താവ് പറയാ, നീ പത്രോസാകുന്നു. പത്രോസ് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ കർത്താവ് പറയാണ് നീ പത്രോസാകുന്നു എന്ന്. അപ്പൊ ആ പറഞ്ഞതിനൊരു പ്രത്യേക കാര്യമുണ്ട്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ പത്രോസ് എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ പാറക്കഷ്ണം എന്നാണ്. ഒരു കല്ല പത്രോസ്. നീ പത്രോസാകുന്നു, അതായത് ഒരു പാറക്കഷ്ണമാകുന്നു. എന്നിട്ട് കർത്താവിനെ തന്നെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പൊ ഈ പാറമേൽ സഭയെ പണി, ക്രിസ്തുയേശുവിൻ്റെ സഭയെ പണിയുന്നത് യേശുക്രിസ്തുവാകുന്ന പാറയിൽ ആണ്. യേശുക്രിസ്തുവാകുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സഭയെ പണിയുന്നത്. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. അപ്പൊ ആ പാറ ഏതാ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസമാണ് സത്യം. ആ സത്യം യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ആ പാറയിൽ വേണം പത്രോസാകുന്ന കല്ലിനെ പണിയുന്നു. അതുപോലെ ബാക്കിയുള്ള കല്ലുകളെയും ഈ പാറയോട് ചേർത്ത് പണിയപ്പെടുന്നു. അങ്ങനെ ഒരു സഭ പൂർത്തീകരിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് അതെന്തിനാ? പത്രോസിൻ്റെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചെന്തുകൊണ്ടാ? ഒരാളെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുവാനുള്ള താക്കോൽ പത്രോസിന് കൊടുത്തു.
ഉം. അതേതാ താക്കോല്? ഒരാളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്താണ് ആ ആള് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്ന ആള്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരാൾ പറയുന്നു, ഒരാൾ കേൾക്കുന്നു. പത്രോസ് തന്നെയാ പറയണമെന്നിരിക്കട്ടെ. പത്രോസ് മറ്റൊരാളോട് പറയുകയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ പോലെ തന്നെ കേൾക്കുന്നവനും പറയണം. എന്തെങ്കിലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ താക്കോല് നിന്റെ തന്നെ തരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യാതൊരു പ്രയോജനമില്ല. കാരണം ദൈവമല്ല കാൽവരി ക്രൂശിലും ബലിയായത്. പിതാവായ ദൈവത്തിന് ബലിയാകാൻ പറ്റാവുന്ന അവസ്ഥയിലല്ല. പിതാവായ ദൈവത്തിന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാവുന്ന അവസ്ഥയിലല്ല. യേശുക്രിസ്തുവിന് ഭൂമിയിൽ വരാവുന്ന അവസ്ഥയിലാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശു ദൈവത്തിന്റെ പുത്രനായി ദൈവത്തിന്റെ മടിയിലിരുന്ന സമയത്ത് യേശുവിന് ഏത് സമയവും ഭൂമിയിൽ വരാൻ പറ്റാവുന്ന പ്രകൃതിയിലായിരുന്നു. നമുക്ക് കാണാൻ കഴിയും. യേശു ബേത്ലഹേമിൽ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നും ഫറവോന്റെ അടിമയിൽ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നത് അവർക്ക് മുമ്പേ നടന്ന ദൂതനാരായിരുന്നു? യേശുക്രിസ്തുവാ. മരുഭൂമിയിലെ സഭയിലിരുന്നവൻ അവൻ തന്നെ എന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മരുഭൂമിയിലിരുന്നവൻ. അങ്ങനെ യേശുക്രിസ്തു പിതാവിന്റെ മടിയിൽ ഇരുന്ന സമയത്തും ഭൂമിയിൽ വരാവുന്ന അവസ്ഥയിലായിരുന്നു. പിതാവായ ദൈവത്തിന് തൻ്റെ പ്രകൃതി മാറ്റം സംഭവിച്ചുകൊണ്ട് ഭൂമിയിൽ വരാവുന്ന അവസ്ഥയിലല്ല. അത്രയും മഹത്തരമായ പ്രകൃതിയിലാണ് പിതാവായ ദൈവം. അതുകൊണ്ടാണ് പിതാവിനെയും പുത്രനെയും തിരിച്ചറിയേണ്ടത്. തിരിച്ചറിയുക വഴി യേശുക്രിസ്തുവാണ് മഹാപാപപരിഹാര യാഗമായി തീർന്നവനെന്നുള്ള ബോധവും വിശ്വാസവും ഏറ്റുപറച്ചിലും പത്രോസ് പറഞ്ഞ പോലെ കേൾക്കുന്നവർക്കും വേണം. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിന്റെ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. പത്രോസ് എന്താ അവിടെ ഭൂമിയിൽ കെട്ടുന്നത്? യേശു തന്നെ ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചുകൊണ്ട് യഹൂദന്മാരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു പത്രോസ്. മുഴുവൻ പേരും വന്നില്ല. പത്രോസ്, അന്ത്രയോസ്. പത്രോസിന്റെ ഉപദേശം കേട്ടാണ് അന്ത്രയോസ് വന്നത്. അപ്പൊ യേശു ദൈവത്തിന്റെ പുത്രനാണ്. നഥനയേല് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ന്യായപ്രമാണങ്ങളിലും പ്രവാചകങ്ങളിലും എഴുതിയിരിക്കുന്നവരെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ആരാന്നു? നസറായനായ യേശു ആണെന്ന് പറഞ്ഞു. അപ്പൊ നഥനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നമുക്ക് വല്ലതും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പോ വന്നു കാൺമിൻ എന്ന് പറഞ്ഞു. അവര് വന്നു കണ്ടു. അപ്പോ പത്രോസ്, അന്ത്രയോസ്, അന്ത്രയോസും കർത്താവിന്റെ ശിഷ്യനായി. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അതെങ്ങനെയാ? പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നത്. ആദ്യം സാക്ഷ്യം പറഞ്ഞ പിതാവായ ദൈവ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് തന്നെയാണ് പത്രോസും പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ഇതേ സത്യം തന്നെയാണ് കർത്താവിനെ കുറിച്ച് കേൾക്കുന്നവരും ഏറ്റുപറയണം. അപ്പൊ യോർദാനിൽ വെച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. മറുരൂപമലയിൽ വെച്ച് മോശയും ഏലിയാവും കർത്താവിനോട് സംഭാഷിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദമുണ്ടായി,
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യവും പത്രോസിന്റെ സാക്ഷ്യവും എല്ലാം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പത്രോസിന്റെ അടുത്ത് ഒന്ന് പറയാണ്, അല്ലയോ പത്രോസ് അപ്പോസ്തലനെ, അല്ലേ പത്രോസ് സഹോദര, യേശു ദൈവപുത്രനല്ല, യേശു ദൈവം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, യേശു ദൈവമല്ല ദൈവപുത്രനുമല്ല, പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരുത്തൻ എഴുന്നേറ്റ് വന്നതായിരിക്കും കേട്ടോ പത്രോസ് സഹോദര എന്ന് പറഞ്ഞാൽ പത്രോസ് അത് അഴിക്കും, അല്ലേ? അത് അഴിക്കും പത്രോസ്. നീ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പൊ എത്ര കൃത്യമായിട്ടാ ദൈവത്തിന്റെ വചനം തൻ്റെ ശിഷ്യന്മാർക്ക് അറിയിക്കാൻ കർത്താവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാ. അപ്പോൾ നീ ഭൂമിയിൽ കെട്ടുന്നത്, നീ ഭൂമിയിൽ അഴിക്കുന്നത് എല്ലാം പത്രോസിന്റെ ആ വിശ്വാസവും അഭിപ്രായവും പോലെയാണ് എന്നാണ് കർത്താവ്. പിന്നെ താൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തെ ആളുകൾ ആ വാക്യം ശ്രദ്ധിക്കാതെ തന്നെ പാരമ്പര്യമായിട്ട് പറയുന്ന ഒരു കേട്ടുകേഴ്വി ഏതാ? പത്രോസേ നീ പാറയാകുന്നു എന്നാ. പത്രോസേ നീ പാറയാകുന്നു, പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് പത്രോസിന്റെ സിംഹാസനത്തിനാണ് പിടിവലി. പത്രോസിന്റെ സിംഹാസനത്തിന് പിടിവലിയ. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത് അതല്ല. നീ ഒരു പാറക്കഷ്ണമാ പത്രോസേ, ഞാനാണ് പാറ, ഈ ഞാനാകുന്ന പാറയിൽ നിന്നെ ഞാൻ ചേർത്ത് പണിയും. അതുപോലെ എന്നെക്കുറിച്ച് നിനക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിൽ വരുന്നവരെയും എന്നോട് ചേർത്ത് പണിയും. അങ്ങനെ പണിതൊരു വലിയ ആലയമാക്കി തീർക്കും. ഈ ആലയമാക്കി തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ആലയത്തിൽ ഒരാൾ വസിക്കാൻ വേണ്ടിയാ. അവിടെ ആരെയാ വസിക്കണ്ടേ? ആർക്ക് വേണ്ടി ആലയം പണിയണേ? യഹോവയ്ക്ക് വേണ്ടിയിട്ടാ. യഹോവയ്ക്ക് വേണ്ടി പണിയുന്ന ആലയത്തില് 144,000 പേരുണ്ട്. അതിന്റെ പ്രധാന ശില്പിയാണ് കർത്താവ്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഈ പ്രധാന ശില്പി ആരെ കണ്ടിട്ടാ പ്രധാന ശില്പിയായി തീർന്നത്? കർത്താവിനെ കണ്ടുകൊണ്ട് തന്നെയാ. കർത്താവിനെ പോലെ തന്നെ വിശ്വാസത്തിലും ഭക്തിയിലും സ്നേഹത്തിലും തിരിച്ചറിവിലും ഒക്കെ അപ്പോസ്തലൻ വളർന്നു. അപ്പോൾ ഒരു പ്രധാന ശില്പി ആയി അടിസ്ഥാനപ്പെട്ടു. നമ്മൾ ആലയത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ പുറപ്പാട് പുസ്തകത്തില് സമാഗമന കൂടാരം പണിയുന്നുണ്ട്, ശലോമോൻ ആലയം പണിയുന്നുണ്ട്. പിന്നീട് ഈ ആലയം നശിപ്പിക്കപ്പെടുന്നു. എസ്രാ നെഹമ്യാവ് അവരുടെ കാലത്ത് ആലയം വീണ്ടും പണിയുന്നു. ആർക്ക് വസിക്കാനാ? യഹോവയ്ക്ക് വസിക്കാനാ. പക്ഷേ അതിൻ്റെ എല്ലാം പൊരുളായ ആലയമാണ് ക്രിസ്തുവും സഭയും. അപ്പൊ ഈ സഭ പണിയപ്പെടേണ്ടത് തെളിവായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ്. അതുകൊണ്ട് പത്രോസേ നീ പാറയാകുന്നു എന്നല്ല, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ യേശുക്രിസ്തു പാറയാണെന്ന് പറഞ്ഞിരിക്കുന്ന വേദവാക്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
കൊരിന്ത്യ ലേഖനത്തിൽ അതിൽ യേശുക്രിസ്തു പാറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കൊരിന്ത്യ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം. അതിൽ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പത്രോസാണോ പാറ, യേശുക്രിസ്തു ആണോ പാറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാറ ക്രിസ്തു ആയിരുന്നു. കണ്ടോ? ആരാ പാറ? യേശുക്രിസ്തു ആണ് പാറ, പത്രോസല്ല. അപ്പൊ യേശുക്രിസ്തു ആകുന്ന പാറമേലാണ് കർത്താവിൻ്റെ സഭയെ പണിയുന്നത്. ഈ പാറ ആത്മീക പാറ. ഈ ആത്മീക പാറ എന്ന് പറയുമ്പോൾ ഒരു ജഡീക പാറയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അതെവിടെയാണ്? ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പോന്ന് മരുഭൂമിയിൽ വന്നപ്പോൾ അവർക്ക് കുടിപ്പാൻ ആത്മീക പാറ എന്ന് പറയുമ്പോൾ ഒരു ജഡീയ പാറയെ നമ്മൾക്ക് ഓർമ്മ വരും. ഇസ്രായേൽ ഒരു ജഡീയ പാറയിൽ നിന്ന് കുടിച്ചു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തത് ഒരു പാറയെ അടിച്ച. മോശ ഒരു പാറയെ അടിച്ചു. ആ പാറയിൽ നിന്ന് വെള്ളം നദി പോലെ പുറപ്പെട്ടു. അപ്പോൾ ആ പാറയുടെ പൊരുൾ യേശുക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പാറ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ. അവർ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ പല വിഷയങ്ങൾക്കും വ്യക്തത വരുത്താൻ നമ്മൾ പഴയ നിയമത്തിലെ ചരിത്രങ്ങളും പഠിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകത്തിൻ്റെ ആശയങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ പഴയ നിയമം നിഴലും പുതിയ നിയമം അതിൻ്റെ പൊരുളുമായിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ച വിഷയം യേശുവിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം, ശിഷ്യന്മാരുടെ അഭിപ്രായം. അതിലേത് അഭിപ്രായമാണ് കർത്താവ് സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് സത്യമായി തീരുന്നത് എന്നുള്ള വിഷയങ്ങളാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വിശ്വാസം മനുഷ്യരാശിക്ക് പാപമോചനവും അനുഗ്രഹവും വരുത്തുവാനിടയാകുന്ന വലിയ ദൈവത്തിൻ്റെ മർമ്മമാണ്. അത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നവരെക്കുറിച്ച് ഭാഗ്യവാന്മാർ എന്ന വേദപുസ്തകം വിശേഷിപ്പിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആത്മീകമായ ദാരിദ്ര്യം പരിഹരിക്കപ്പെടുകയും അവർ ആത്മീകമായി സമ്പന്നരായിത്തീരുകയും ചെയ്യും. ആത്മീകമായ സമ്പന്നത പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള വിശ്വാസവും അറിവും അതുവഴി നമുക്ക് ലഭിക്കുന്ന അവൻ്റെ വചനത്തിൽ കൂടെയുള്ള മറ്റു വിഷയങ്ങൾ ഇങ്ങനെ നമ്മളെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവൻ വെറും ദാരിദ്ര്യമാണ്. നമുക്കിടെ ജീവന് കൂടുതൽ കാലം
നിലനിൽക്കുന്നതല്ല. ഏറെയാൽ 80 വർഷമൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ബലിയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ താൽക്കാലിക ജീവൻ നിത്യജീവനായി പരിണമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ജീവൻ്റെ കാര്യത്തിലുള്ള ദാരിദ്ര്യം, ആത്മീക വിഷയങ്ങളിലുള്ള ദാരിദ്ര്യം, ഇതെല്ലാം മാറ്റുവാൻ ഈ പാറയാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മൾ വരികയും ക്രിസ്തുവിൽ നിന്നുള്ള ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്താൽ മതിയാകുന്നതാണ്. ആത്മീയ പാനീയം എന്ന് പറഞ്ഞാൽ ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകപ്പെടും. ആത്മീയ ആഹാരം, ആത്മീക പാനീയം. നിങ്ങൾ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടാകും എന്നാണ് പറഞ്ഞു. അപ്പം അതിൻ്റെ ആദ്യത്തെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ 12 അപ്പോസ്തലന്മാർ കർത്താവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ചിലർ യേശുവിനെ ഭക്ഷിക്കണം പാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിട്ടുപോയി. ഇങ്ങനെ ഇന്നും അത് ആ പ്രവണതയാകാം. യേശുക്രിസ്തുവിലേക്ക് വരുവാൻ ലോകത്തിലുള്ള മനുഷ്യർക്ക് വളരെ വിസമ്മതമാണ്. ഏത് വിധത്തിലാണ് യേശുവിനെ ഭക്ഷിക്കുന്നത്, യേശുവിൻ്റെ രക്തം പാനം ചെയ്യുന്നത്? അതിന് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ഇത് വിശ്വാസത്താലുള്ള ഭക്ഷണവും പാനീയവുമാണ് യേശു നമുക്കായി തീർന്നത്. യേശു ദൈവപുത്രൻ എന്നുള്ള മഹാസത്യം വേദപുസ്തകം എക്കാലവും ഉയർത്തിപ്പിടിക്കും. അതിൽ മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് വരുവാൻ മാനവരാശിക്ക് ഒരു അവസരം ദൈവം വെച്ചിട്ടുണ്ട്. അന്നെല്ലാവർക്കും ഇന്നറിയാൻ കഴിയാത്തവർക്ക് അന്നറിയാൻ അവസരമുണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.